കവിത ടാക്കീസിനു വേണ്ടി സാറ്റ് എന്ന കവിത വായിക്കുകയാണ്. യുദ്ധമാണ് ഈ കവിതയുടെ പ്രമേയം. യുദ്ധത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പരാജയങ്ങളാണ്. യുദ്ധം എന്നത് രാജ്യങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള പോരാട്ടമല്ല, അത് ഓരോ മനുഷ്യ ഹൃദയത്തിലെയും കരുണയുടെയും മനുഷ്യത്വത്തിൻ്റെയും കൂടി തോൽവിയാണ്. യുദ്ധം ആരംഭിക്കുന്നത് നേതാക്കളുടെയും ഭരണകേന്ദ്രങ്ങളുടെയും തീരുമാനങ്ങളാലാണെങ്കിലും അവസാനിക്കുന്നത് എപ്പോഴും തന്നെ വീഥികളിൽ ചിതറിക്കിടക്കുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളിലാണ്. യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ കുഞ്ഞും മനുഷ്യരാശിയുടെ ഹൃദയത്തിൽ കൊത്തിവയ്ക്കപ്പെട്ട ഒരു ശവകുടീരമാണ്. സ്മാരകങ്ങളിലല്ല, സമാധാനത്തിന്റെ താളുകളിലാണ് അവരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടേണ്ടിയിരുന്നത്. മരണത്തോടൊപ്പം സാറ്റ് കളിക്കുന്ന ഒത്തിരിയധികം കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടതാണ് സാറ്റ് എന്ന ഈ കവിത. മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ഈ കവിത ടാക്കീസിന് വേണ്ടി ഇവിടെ വായിക്കുകയാണ്. സാറ്റ്. കുട്ടികൾ ഒളിയിടങ്ങളിലാണ്. ഒരുപാട് നാളുകളായി ഒളിച്ചിരിക്കുന്നതിനാലാവും എല്ലാവർക്കും ഒരേ മുഖഛായയാണ്. പുൽത്തകിടികളിൽ പരിചയപ്പെട്ട പൂമ്പാറ്റകളുടെ ചിറകുകൾ അവരെ ഇപ്പോൾ തിരിച്ചറിയുന്നേയില്ല. പക്ഷികൾക്കും മഴവില്ലുകൾക്കുമായി അവർ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നു. വാഗ്ദാനങ്ങൾ അരുതേ എന്ന് നിശബ്ദമായി ഭൂമി ആകാശത്തോട് യാചിക്കുന്നു. കണ്ടെത്തുവാൻ നിയുക്തനായ കൂട്ടുകാരനെ പ്രതി കുട്ടികൾ അക്ഷമരാകുന്നു. വെടിയൊച്ചകൾക്കിടയിൽ അവന്റെ മുഴക്കമുള്ള സാറ്റുവിളികൾക്കായി അവർ കാതോർക്കുന്നു. ഓരോ നിമിഷവും അവരിൽ ഒരാൾ കണ്ടെടുക്കപ്പെടും. ഒരു നിഴൽ ഉടലിൽ നിന്ന് ഛേദിക്കപ്പെടും. മരണത്തിന്റെ തണുപ്പറിഞ്ഞ് മുടിയിഴകൾ ഉപേക്ഷിക്കുന്ന പേനുകളെപ്പോലെ കാത്തിരുന്നൊടുവിൽ ഭയം അവരുടെ മനസ്സുകളിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്നു. നിർവികാരതയുടെ വെളുത്ത സ്ഥലം അവരുടെ കൃഷ്ണമണികളെ വളർന്നു മൂടുന്നു. കുട്ടികൾ ഓരോരുത്തരായി ഒളിയിടങ്ങൾ ഉപേക്ഷിച്ച് സാറ്റുമരത്തിന് നേർക്ക് പായുന്നു. 1, 2, 3 അനേകം പിഞ്ചുകരങ്ങൾ മരണത്തിന്റെ വികൃത മുഖത്ത് സാറ്റടിക്കുന്നു. ബങ്കറുകളിലെ ചെളിവെള്ളത്തിൽ പകയുടെ നീല രക്തം തെറിപ്പിച്ച് ഒരു പകൽ എങ്ങോട്ടേക്കോ പാഞ്ഞു പോകുന്നു. വളർത്തുമൃഗങ്ങളെയും പണ്ടെന്നോ മരണപ്പെട്ടുപോയ സ്വന്തം ശരീരങ്ങളെയും ത്രാസിലേറ്റി വെടിക്കോപ്പുകൾക്കായി വിലപേശുന്ന അമ്മമാരുടെ ആഴങ്ങളിലേക്ക് പിറവിയുടെ ദുരന്ത സ്മൃതികളെ പിളർത്തിക്കൊണ്ട് ഒരു നിലവിളി തുളഞ്ഞുകയറുന്നു. തീന്മേശകളിലെ വീഞ്ഞുകോപ്പകളിൽ ചോര വയ്ക്കും. നന്ദി.